ഡോസെറ്റിസം. ഡോക്കെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡോക്കറ്റിസം എന്ന സംജ്ഞ ഉണ്ടായത്. മായ അല്ലെങ്കിൽ മിഥ്യ എന്നാണ് ഡോക്കെ എന്ന വാക്കിനർത്ഥം. ഡോസെറ്റിസം മായാവാദമാണ്. ഇത് ജ്ഞാനവാദത്തിൻ്റെ ഒരു ഭാഗമാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന സിറിന്തൂസ് ഡോസെറ്റിസിൻ്റെ ഉപജ്ഞാതാവായി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവീക തൃത്വ ദർശനത്തെ ഡോസെറ്റിസം നിഷേധിക്കുന്നു. യേശു മായയാണ് എന്ന് സിറിന്തൂസ് പഠിപ്പിച്ചു. യേശുവിൻ്റെ കഷ്ടാനുഭവം, ക്രൂശീകരണം എന്നിവയെ മായയായി ചിത്രീകരിക്കുന്ന അദ്ദേഹം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ അന്ത്യത്തിൽ ക്രിസ്തു യേശുവിൽ നിന്നും വേർപെട്ട് അപ്രത്യക്ഷനായി എന്ന് ചിന്തിക്കുന്നു. യേശുവിനെ വെറും ഒരു മനുഷ്യനായി ചൂണ്ടിക്കാട്ടുന്ന സിറിന്തൂസ് യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. യേശു ജോസഫിൻ്റെ മകൻ മാത്രമാണെന്നും മറിയ കന്യകയല്ലെന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു. സ്നാനസമയത്ത് യേശുവിൽ പ്രാവിൻ്റെ രൂപത്തിൽ ക്രിസ്തു ആവസിച്ചുവത്രേ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം യേശുവിൽ വെളിപ്പെട്ടത് ജ്ഞാനത്താലാണത്രേ. യേശു രക്ഷയ്ക്കുള്ള ജ്ഞാനോപദേശം മനുഷ്യർക്ക് കൈമാറി. ക്രൂശീകരണത്തിന് മുമ്പ് സ്വർഗത്തിലേക്ക് തിരികെ പോയത്രേ. യുക്തിക്കോ ദൈവവിചാരത്തിനോ നിരക്കാത്ത വെറും അബദ്ധ ചിന്തകളാണിത്. അന്ത്യോക്യയിലെ ഇഗ്നാത്യോസ് സിറിന്തൂസിൻ്റെ മായാവാദഗതികളെ നിരൂപണം ചെയ്ത് അതിൻ്റെ അർത്ഥശൂന്യതയെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ മറ്റൊരു ജ്ഞാനവാദിയാണ് സാറ്റേണിയസ്. സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബിന്ദുവാണ് മാലാഖമാർ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈ മാലാഖമാരിൽ യാഹുവേയും ഉൾപ്പെടുന്നു. സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ ഒരു മാധ്യമമാണത്രേ യാഹുവേ. ജ്ഞാനവാദിയായ മൊനാൻറ്റർ ഒരു ഘട്ടത്തിൽ സ്വയം രക്ഷകനായി പ്രഖ്യാപിച്ചു. അലക്സാന്ദ്രിയയിലെ ബാസിലിഡസ് മറ്റൊരു ജ്ഞാനവാദിയാണ്. AD 144 മാർസിയോണിൻ്റെ നേതൃത്വത്തിൽ ജ്ഞാനവാദികളിലെ ഒരു വിഭാഗം മാർസിയോണൈറ്റ്സ് എന്ന പേരിൽ വേറിട്ടു നിന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സിറിയയിലും പാർത്തിയായിലും എൽക്കസായിയുടെ നേതൃത്വത്തിൽ പ്രചരിച്ച മറ്റൊരു പാഷാണ്ഡതയാണ് എൽക്കസൈറ്റ്സ്. യഹൂദ മത നിയമങ്ങൾ മുറുകെ പിടിച്ച ഒരു വിഭാഗമായിരുന്നു അവർ. പരിച്ഛേദനയും ശബ്ബത്തും ഇവർ ആചരിച്ചിരുന്നു. പാപമോചനത്തിന് സ്നാനം ആവശ്യമാണെന്ന് എൽക്കസൈറ്റ്സ് പ്രബോധിപ്പിച്ചിരുന്നു. എബിയോണൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ട പാഷാണ്ഡ വിഭാഗം യഹൂദ മതദർശനത്തിൽ അധിഷ്ഠിതമായതായിരുന്നു. എബിയോൺ എന്ന ഹീബ്രു പദത്തിന് സാധാരണക്കാർ എന്നർത്ഥമുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് യേശുവിൽ നിന്നും ക്രിസ്തു വിട്ടുപോയി എന്നും ക്രൂശുമരണം രക്ഷാകര പദ്ധതി അല്ലെന്നും എബിയോണൈറ്റ്സ് പഠിപ്പിച്ചു.